നാട്ടിലേക്ക് അയച്ച് മക്കളെ പഠിപ്പിക്കാൻ, അവരെ ജീവിപ്പിക്കാൻ, കുടുംബം പുലർത്താൻ വന്ന മനുഷ്യനാണ്. ഈ ഭരണഘടന പറയുന്നു, രാം നാരായൺ ഭയ്യ, നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാം, എവിടെയും നിങ്ങൾക്ക് മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാം, എവിടെയും നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാം. അവിടെയാണ് രാം നാരായൺ ഭയ്യയെ ചോദ്യം ചെയ്യുന്നത്. ആ രാംനാരായൺ ഭയ്യയെ ചോദ്യം ചെയ്ത് രാംനാരായൺ ഭയ്യയോട് ചോദിക്കുന്നുണ്ട്, നീ ബംഗ്ലയല്ലേ, നീ ബംഗ്ലാദേശിയല്ലേ, നീ രാജ്യത്തിനെതിരായി സംസാരിക്കുന്ന ശക്തിയുടെ കൂടെയല്ലേ? ആ മനുഷ്യൻ അദ്ദേഹത്തിന് അറിയുന്നതായിരിക്കുന്ന ഭാഷയിൽ മുഴുവൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യക്കാരനാ, ഞാൻ ഭാരതീയനാ, എന്നെ അടിക്കരുത്, എന്നെ കൊല്ലരുത്. ഓരോ അടിയും തൊഴിയും കൊള്ളുമ്പോ ആ മനുഷ്യൻ ആ ഇരുന്ന ഇരുത്തത്തിൽ അവസാനം ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആടി ആടി പറയുന്നതായ ഒരു സംസാരമുണ്ട്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഭാരതീയനാണ്. അവിടെയും ശമിച്ചില്ല. അത് കേൾക്കുമ്പോഴും തൊഴി കൃത്യമായി നടന്നു. അവസാനം രാംനാരായണൻ ഭയ്യയുടെ മൃതദേഹം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വന്നത്, അപരവൽക്കരണം ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തെ മുഴുവൻ തല്ലിക്കെടുത്തുന്ന രീതിയിൽ പർവ്വതാകാരമായി ഈ രാജ്യത്തിന്റെ നിഖില മേഖലകളും നടക്കുന്ന സന്ദർഭമാണ്. അഖ്ലാഖ് മാത്രമല്ല, രാംനാരായണൻ ഭയ്യ മാത്രമല്ല, എല്ലായിടങ്ങളിലും അത് നടക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഭരണഘടന മുറുകെ പിടിച്ചുള്ള പ്രതിരോധമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ആ അപരവൽക്കരണം നടക്കുന്നത്. നമ്മൾ ഈ പ്രബുദ്ധമായ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു പ്രശ്നം നടക്കുമ്പോ, അവിടെ അഖിലാഖുമാർ ഉണ്ടാകുമ്പോ, അവിടെ ആൾക്കൂട്ട വിചാരണ നടക്കുമ്പോ, അവിടെ കൊലപാതകം നടക്കുമ്പോ, അവിടെ മോബ് ലിഞ്ചിങ് നടക്കുമ്പോ, കേരളക്കരയിൽ ഒരുമിച്ചിരുന്ന് ഞാനും നിങ്ങളും അതിനെതിരായി പ്രതിരോധം എതിർത്തവരാണ്. അസംബ്ലിയിൽ ഒരുമിച്ച് പ്രമേയം പാസാക്കിയവരാണ്. രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കണമെന്ന് രാജ്യത്തിന്റെ ഭരണകൂടത്തോട് സന്ദേശം പറഞ്ഞവരാണ് നമ്മൾ. ആ പറയുന്ന കേരളത്തിൽ ആൾക്കൂട്ട വിചാരണ നടന്ന ആളെ കൊല്ലുന്നു എന്നുള്ളത് മാത്രമല്ല, ഞാനും നിങ്ങളും കേൾക്കുന്നു, മതത്തിന്റെ പേരിൽ മാത്രമല്ല, പ്രദേശത്തിന്റെ പേരിലും പേരിന്റെ പേരിലും അപരവൽക്കരണം നടക്കപ്പെടുന്നു. അതിന് ഭരണകൂടത്തിലെ പ്രധാനികൾ നേതൃത്വം കൊടുക്കപ്പെടുന്നു. ഭരണഘടനയെ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഗൗരവതരമായ ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിരോധം സംഘപരിവാറിന്റെ ആസുരതയുടെ, അവരെ അകത്തും പുറത്തും പീഡിപ്പിക്കുന്ന സമീപനത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം ഇന്ന് ജനാധിപത്യ കേരളം ഒന്നിച്ചാഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ ചിന്തകളിലേക്ക് വലിയതായ ആശയങ്ങൾ പ്രദാനം ചെയ്യാൻ ഈ മനോഹരമായിട്ടുള്ള മനുഷ്യജാലിക ജനുവരി മാസം 26 വരുമ്പോ ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ഒരു പരിപാടിയെ കുറിച്ച് എല്ലാവരും ചിന്തിക്കും. അത് രാജ്യത്തിന്റെ ചെങ്കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ്. അത് രാജ്യത്തിന്റെ സംസ്ഥാന തലത്തിലുള്ള പരിപാടിയാണ്. ഇന്ന് മലയാളിയുടെ മനസ്സിൽ ഇടം കിട്ടിയ ഒരു പരിപാടിയാണ് SKSSFന്റെ മനുഷ്യജാലിക എന്ന് പറയുന്ന മനോഹരമായ ഈ പരിപാടി. തീർച്ചയായും ദേശീയതയെ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തോടുള്ള സ്നേഹവും രാജ്യത്തോടുള്ള കടപ്പാടും ഉത്തരവാദിത്വവും നിർവചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന SKSSFന്റെ ഈ മനോഹരമായ പരിപാടിയെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.